നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഭരണ പ്രതിപക്ഷ പോര്. സഭാസമ്മേളനം ആരംഭിച്ചതിനു പിന്നാലെ സ്വർണ്ണക്കൊള്ള വിഷയം പ്രതിപക്ഷം സഭയിലുയർത്തി. പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിയും പാരഡി ഗാനം പാടിയും അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, മഹാത്മാഗാന്ധി ദേശീയ മനസ്സിലാക്കിക്കൊള്ളണം. സാർ, ഇവിടെ അംഗങ്ങളൊന്ന് സീറ്റ് അവിടെ ഇത് മാറ്, ക്രോസ് ചെയ്ത് നിൽക്കല്ല, അംഗങ്ങൾ ക്രോസ് ചെയ്ത് നിൽക്കല്ല പ്ലീസ്. അദ്ദേഹം ചോദിക്കട്ടെ. സാർ, ഉൾപ്പെടെയുള്ള 22 ഗ്രാമപഞ്ചായത്തുകളിൽ എന്റെ നിയോജക മണ്ഡലത്തിലെ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമായിരുന്നു. സാർ, ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദേവസ്വം മന്ത്രി കാരണം 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അങ്ങയെ അറിയിക്കുന്നു. പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആഗ്രഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നാളത്തെ സഭ കേൾക്ക് മുഖ്യമന്ത്രി എന്തോ പറയാണ്. കേൾക്ക് സർ, പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നാളെ ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കുന്നല്ലോ. പോറ്റിയെ ആര് കയറ്റിയെന്ന് ചോദിക്കേണ്ടത് UDF കൺവീനർ അടൂർ പ്രകാശിനോടെന്ന് പ്രതിപക്ഷത്തിന് മന്ത്രി MB രാജേഷിന്റെ മറുപടി. സാർ, ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം. ഈ ചോദ്യം അതാണ് ചോദിക്കേണ്ടത്. സാർ, ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDFന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കർത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ്. അത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ്. കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ. അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചിത്രം ഞങ്ങളും കാണിച്ചു തരാം. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സാർ, സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ, സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചുതരാം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ? സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സാർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. നോട്ടീസ് പോലും നൽകാതെ സഭ സ്തംഭിപ്പിക്കുന്നതും തടസ്സപ്പെടുത്തുന്നതും ശരിയല്ലെന്ന് സ്പീക്കർ വിമർശിച്ചു. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ നിയമസഭ ചൊവ്വാഴ്ച വരെ പിരിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.